പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ജയരാജ് എന്നാണ്. ഞാൻ നെയ്യാറ്റിൻകരയാണ് താമസിക്കുന്നത്. കഴിഞ്ഞ മാസം ഇവിടെ നടന്ന ആരാധന സമയത്ത് ആരാധനയിൽ പങ്കുകൊണ്ടു. ആ സമയത്ത് ഞാൻ ആ ഭാഗത്തിരിക്കുകയായിരുന്നു. എനിക്ക് അസുഖമില്ലാതെ ഒക്കെ ആയിരുന്നു. ആ ദിവസങ്ങളെല്ലാം ഞാനിവിടെ വന്നു. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ എന്താണ് എൻ്റെ അസുഖം എന്ന് വെച്ചാൽ, എനിക്ക് ഏകദേശം ഒരു 10 വർഷത്തോളം കഴിഞ്ഞു. എനിക്ക് ഈ നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഹാർട്ട് കിതപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണുകയും ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് ECGയും പിന്നെ TMT എടുത്തു. അപ്പോൾ TMT എടുത്തപ്പോൾ TMTയിൽ എൻ്റേതായ എനിക്കുള്ള ആ കംപ്ലൈൻറ്റ് കണ്ടു. അപ്പോൾ അവിടുത്തെ റിപ്പോർട്ട് പറഞ്ഞു എനിക്ക് 60% ബ്ലോക്കുണ്ട്, പിന്നെ ഹൈ റിസ്ക്കുമാണ് അത് എന്ന് ഉള്ള റിപ്പോർട്ട് തന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇങ്ങനെയാണ്, ഏകദേശം 60% ആണെങ്കിൽ ഒരു 3 ബ്ലോക്കെങ്കിലും ഉണ്ടാകും, പിന്നെ ഹൈ റിസ്ക് ആണ്. അപ്പോൾ അത് പറയാൻ കാരണം എനിക്ക് ക്രിയാറ്റിൻ ഉണ്ട്. ഈ ഷുഗർ ഇല്ല, പക്ഷെ ക്രിയാറ്റിൻ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ റിപ്പോർട്ടും കൂടി വേണം എന്ന് പറഞ്ഞ് അങ്ങനെ അതിലേക്ക് വേണ്ടി എന്നെ പറഞ്ഞയച്ചു. അത് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു എത്രയും വേഗം ചെയ്യണം, നമുക്ക് മറ്റന്നാൾ തന്നെ ആകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 മാസം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ഈ ദിവ്യായിരുന്ന ആരാധനയിൽ. അപ്പോൾ എനിക്കത് പങ്കെടുക്കണം. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് അച്ഛൻ സാറിനോട് പറഞ്ഞു, സാർ അടുത്ത ആഴ്ചയിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ശരി എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ആഴ്ചയിലേക്ക് ചെയ്യാൻ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ പറഞ്ഞു ഇത്രയും വേഗം ചെയ്യാം. അങ്ങനെ വീണ്ടും സാറിനെ വിളിച്ചു. സാർ പറഞ്ഞു എന്നാൽ നമുക്ക് 29-ാം തീയതി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ മാസം നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ ആ ദിവസം അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. അപ്പോൾ 27-ാം തീയതി വന്ന് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറിനോട് പറഞ്ഞു സാർ എനിക്ക് സൺഡേ മാറ്റി, സാധാരണ സൺഡേ മെഡിക്കൽ അഡ്മിഷൻ ഇല്ല, എനിക്ക് പിന്നെ സാർ എഴുതി തന്നു. അങ്ങനെ സൺഡേ അങ്ങനെ ആണ് അഡ്മിഷൻ തന്നത്. അപ്പോൾ ഞാൻ 27-ാം തീയതി ഇവിടെ കൃഷിമേഖലയിൽ വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛനോട് ഈ കാര്യമെല്ലാം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് അന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ 8:30 മെഡിക്കൽ കോളേജിൽ പോകണം. 8:30 പോകാനായിട്ട് രാവിലെ അച്ഛനോട് പറഞ്ഞു നമുക്ക് കടയിവിളയിൽ എൻ്റെ കുർബാനയാണ്. അപ്പോൾ ഞാൻ രാവിലെ കടയിവിളയിൽ പോയി കുർബാന കൊണ്ട് അച്ഛൻ്റെ അനുഗ്രഹം പ്രാർത്ഥിച്ചു. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ പോയി തിങ്കളാഴ്ച 29-ാം തീയതിയാണ് എൻ്റെ ആൻജിയോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ സാർ പറഞ്ഞിരുന്നു ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ എത്ര ബ്ലോക്കുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇത് ചെയ്യണം. പിന്നെ അത് 3 ആണെങ്കിൽ നമുക്ക് അതെല്ലാം അടുത്ത നടപടിയാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്. നിങ്ങളത് തയ്യാറായി വരുന്നുവെങ്കിൽ നമുക്കതനുസരിച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് തയ്യാറായി തന്നെ പോയിട്ട് ഭാഗ്യവശാൽ 29-ാം തീയതി അന്ന് 17 പേർക്കായിരുന്നു ഈ ആൻജിയോഗ്രാം ചെയ്യേണ്ടത്. അങ്ങനെ വൈകുന്നേരം 5:30-6 മണിയായി എനിക്ക് ചെയ്തപ്പോൾ. അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാറ് പറഞ്ഞു ജയരാജ് ഒരു ബ്ലോക്കും ഇല്ലായിരുന്നു. അപ്പോൾ സാറ് സാറിന് അതിശയം എങ്ങനെയാണ് എന്നുവെച്ചാൽ ഒരു ബ്ലോക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാകണം. അപ്പോൾ അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ നമ്മളോട് പറഞ്ഞിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡോക്ടർ പോലും അതിശയം എന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചെവി പറഞ്ഞു ജയരാജ് ഒരു ബ്ലോക്കും കണ്ടില്ലല്ലോ ജയരാജ് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എന്നോട് അപ്പോൾ അടുത്തുനിന്ന് ഡോക്ടർ പറഞ്ഞു സാറേ ഇനി ഈ ബ്ലോക്കൊന്നും വരാതെ സൂക്ഷിക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് അതിങ്ങനെ ഇറച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പൊതുവെ ഞാൻ കഴിക്കാറില്ല. ശരി, അവർ സന്തോഷത്തിൽ പറഞ്ഞയച്ചു. പിന്നെ ഞാൻ അവിടെ തിയേറ്ററിൽ നിറങ്ങുന്നതിന് മുമ്പ് തന്നെ വൈഫിനോട് ഡോക്ടർ വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ബ്ലോക്കൊന്നുമില്ല, സന്തോഷമായിട്ട് മാറിയത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം സാറിന് പറഞ്ഞു. അപ്പോൾ ഇതാണ് എനിക്ക് കഴിഞ്ഞ എനിക്ക് പറയാനുള്ളത്. പിന്നെ ചില
ഇത് ചെയ്യുന്നത് പോലെ ഞങ്ങൾ തന്നെ ഇന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യമെന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും ഈ ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് ഒരാളെ പറഞ്ഞയച്ച് ഒരു സാക്ഷ്യം പോലെ പറയുന്നതാണെന്നൊന്നും അല്ല. ഇത് ഞാൻ എന്ന് വെച്ചാൽ ഞങ്ങളെ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയിലുള്ള ഒരു അംഗമായ എനിക്ക് തന്നെ ആദ്യത്തെ ഇവിടുത്തെ ഈ പ്രോഗ്രാമിലെ ആദ്യത്തെ അനുഭവം എനിക്ക് തന്നെ ദൈവം നൽകിയെന്ന് നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഈ തെക്കൻ കുരിശുമലയിലെ ദിവ്യകാരുണ്യ അച്ഛൻ്റെ നേതൃത്വം നടത്തുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ ഇത് ആദ്യമായിട്ട് നടത്തിയ ഈ നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യത്തെ അനുഭവം തന്നെ എനിക്ക് തന്നെ നൽകിയതിന് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവിന് നന്ദി. ഓപ്പറേഷന്